ഡിഗ്രി കോഴ്സുകളെല്ലാം 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രികളായിട്ട് മാറുന്നു. ഈ ഓണേഴ്സ് ഡിഗ്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ പോക്ക്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിലൂടെ വരാൻ പോകുന്നത്, കുട്ടികൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുമോ കുറയുമോ, ഈ കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ പേരൻസിനും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ വർഷം മുതൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രികളൊക്കെ 4 വർഷമായിട്ട് മാറുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അധ്യാപകർ ചോദിക്കുന്നുണ്ട്, പേരൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഈ പുതിയ 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നിട്ട് ഒരു ട്രോളിയോ ബാസ്ക്കറ്റോ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് എടുത്ത് നമ്മൾ കൊണ്ട് ബില്ല് ചെയ്യാൻ കൊടുക്കുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയോടുകൂടിയുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് ഈ 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം എൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് പഠിക്കാനും നമുക്കിഷ്ടമുള്ളത് പഠിക്കാനും ഒരു ലേണർ സെൻട്രിക് ആയിട്ടുള്ള, അല്ലെ പഠിക്കാൻ ചെല്ലുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് പഠിക്കുന്ന വിഷയങ്ങളെ 3ആയിട്ട് തിരിക്കാം. നമുക്ക് മേജർ, മൈനർ, മൾട്ടി ഡിസിപ്ലിനറി അല്ലെ ഫൗണ്ടേഷണൽ പ്രോഗ്രാംസ്. അപ്പോൾ ഇതിൽ മേജർ എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാവിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയമാണ്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മേജറായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഒരു BCom ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ കൊമേഴ്സ് മേജറായിട്ട് തിരഞ്ഞെടുത്തു. അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പണ്ട് ഫിക്സഡ് ആയിരുന്നു. ഒരു കൊമേഴ്സ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് അവിടെ ഉള്ള സബ്സിഡറി പ്രോഗ്രാം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവന് അവിടെയുള്ള ഫിസിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മാത്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ്റെ മൈനർ സബ്ജക്റ്റുകൾ അവന് തന്നെ തിരഞ്ഞെടുക്കാം. അവന് വേണമെങ്കിൽ മാത്സിൻ്റെ കൂടെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം, അല്ലെങ്കിൽ മാത്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ എടുക്കാം, ഇനി മാത്സിൻ്റെ കൂടെ മ്യൂസിക് വേണമെങ്കിലും എടുക്കാം. അത്തരത്തിൽ പക്ഷേ പ്രൊവൈഡഡ് ആ കോളേജിനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ മൈനർ എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മേജർ എടുത്തു കഴിഞ്ഞാൽ ആ മൈനറിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് നമുക്ക് മൈനർ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫൗണ്ടേഷനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈപുണ്യ വികസനം, ഭാഷാ വികസനം, സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ പറ്റിയ പല ചെറിയ ചെറിയ പ്രോഗ്രാംസ് അവിടെ ഉണ്ടായിരിക്കും. അതും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിലും അതിനകത്ത് വ്യത്യാസമുണ്ട്. ഡബിൾ മേജർ, അതുപോലെ ഡബിൾ മേജർ വിത്ത് മൈനർ, അതുപോലെ മേജർ വിത്ത് മൈനർ വിത്ത് മൾട്ടി ഡിസിപ്ലിനറി, ഇങ്ങനെ പല കോമ്പിനേഷൻസിൽ എടുക്കുക. ഇനി നമ്മൾ പഠിച്ചു തുടങ്ങി, ഒരു മേജർ എടുത്ത് പഠിച്ചു തുടങ്ങിയിട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് ആ സബ്ജക്റ്റ് ഇഷ്ടമല്ല, നമ്മുടെ ഒരു മൈനർ സബ്ജക്റ്റ് മേജർ ആക്കണമെങ്കിൽ അതിനുമുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. 3-ാം വർഷം നിങ്ങൾക്ക് 4-ാം വർഷത്തെ പഠനം വേണ്ടെങ്കിൽ ഡിഗ്രിയുമായിട്ട് പുറത്തേക്ക് പോകാനുള്ള സംവിധാനവും ഉണ്ട്. അപ്പം 3 വർഷം മതി എന്നാൽ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം, നമുക്ക് ഡിഗ്രി എടുത്തുകൊണ്ട്, സാധാരണ ഡിഗ്രി എടുത്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോവുകയും അതിനുശേഷം PG ചെയ്യണമെങ്കിൽ 2 വർഷത്തെ PG അതിന് ശേഷം ചെയ്യുകയും ചെയ്യാം. ഈ റെഗുലർ 4 ഇയർ കോഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ക്രെഡിറ്റുകളാണ് ഏൺ ചെയ്യേണ്ടത്. ഒരു സബ്ജക്റ്റിൽ നമ്മൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പോൾ മേജർ സബ്ജക്റ്റിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടൊരു മൈനർ സബ്ജക്റ്റിന് കുറച്ച് ടൈമാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ കോളേജിലില്ലാത്തൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുന്നത് കണക്കാണ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൈതൺ പഠിക്കണം. നിങ്ങൾ പൈതൺ വെളിയിൽ പോയി പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോളേജിൽ നമുക്ക് അതിൻ്റെയും ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ പുറത്തുനിന്ന് പഠിക്കുന്ന സർട്ടിഫിക്കേഷൻസും പ്രോഗ്രാമുകളുടെയും കൂടി പ്രോജക്റ്റുകളുടെ അസൈൻമെൻറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ക്രെഡിറ്റായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റിയും ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 3-ാം വർഷം നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതി പുറത്തേക്ക് പോകാം. ഇനി 4-ാം വർഷത്തേക്ക് നിങ്ങൾ പോകുന്നു. 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓണേഴ്സ് ഡിഗ്രി 2 തരത്തിലാണ്. ഒന്ന് ഇൻറ്റേൺഷിപ്പോടുകൂടി അല്ലെങ്കിൽ ജോലിക്കുള്ള ഇൻറ്റേൺഷിപ്പോടുകൂടി, ഏതെങ്കിലും തൊഴിൽ മേഖലയിലെ ഇൻറ്റേൺഷിപ്പോടുകൂടി നിങ്ങൾക്ക് 4th ഇയർ കംപ്ലീറ്റ് ചെയ്യാം. പ്രോജക്റ്റ് അസൈൻമെൻ്റ് ഒക്കെ ആയിട്ട് ആ ഒരു പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത് കൂടാതെ റിസർച്ച് ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് ആ ഓണേഴ്സ് ഡിഗ്രി എടുക്കാം. റിസർച്ച് ഡിഗ്രി ആയിട്ട് എടുക്കുന്ന കുട്ടികൾക്കൊരു ഗുണം എന്നാ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സൈക്കോളജിയാണ് പഠിക്കുന്നത്, നിങ്ങൾ ആ 4th ഇയർ റിസർച്ചിന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഗൈഡിൻ്റെ കീഴിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുകയും നിങ്ങൾ റിസർച്ച് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് PGക്കൊന്നും പോകേണ്ട, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് PhDക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരം രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സ് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് പാത്വേ, ഈ വഴികളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാത്വേ നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിനെ നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല കരിയർ ഗൈഡൻസും കരിയർ പ്ലാനിങ്ങും ഒക്കെ വേണ്ട ഒരു കാര്യവും കൂടിയാണ് ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം. കാരണം ഏതെല്ലാം കോമ്പിനേഷനൊക്കെ എടുത്താൽ എന്തെല്ലാം സാധ്യതകൾ നിലനിർത്താം. ഒരു ജോലി സാധ്യതയില്ലാത്തൊരു കോഴ്സിന് പോലും ജോലി സാധ്യത ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളം BA പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മലയാളം BAയുടെ കൂടെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം കൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം കൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിത സാധ്യതകൾ കുറേ കൂടെ കൂട്ടാം. അല്ലെങ്കിൽ ഒരു മൾട്ടിമീഡിയ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കലാപരമായിട്ടുള്ള വാസനയുണ്ടെങ്കിൽ അതുകൂടെ അക്കോമഡേറ്റ് ചെയ്താൽ മലയാളത്തെ കുറേ കൂടെ സാധ്യതയുള്ളതായിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഇതിലൊക്കെ നല്ല ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കുന്ന പാത്വേ പ്രോഗ്രാംസൊക്കെ അവിടെ ഉണ്ടാവണം. അതുപോലെ ധാരാളം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നല്ല അവസരമാണ് നമുക്ക് ഈ മൾട്ടി ഡിസിപ്ലിനറി ബാസ്ക്കറ്റിൽ ആ കോളേജിൽ എന്തെല്ലാം ഉണ്ട്, അതിനകത്ത് ഏതെല്ലാം സ്കില്ല് നമുക്ക് വേണം. അത് ഏതെങ്കിലും മറ്റൊരു ഭാഷയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൈപുണ്യ വികസനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്തുനിന്നും തിരഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ കോഴ്സ് നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം. എക്സാം പാറ്റേണിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. വെറും എഴുത്ത് പരീക്ഷയും മെമ്മറി ടെസ്റ്റും മാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പരീക്ഷകളും ഓഫ്ലൈൻ പരീക്ഷകളും അതുപോലെ തന്നെ പ്രോജക്റ്റായിട്ടും അതുപോലെ അസൈൻമെൻ്റായിട്ടും അതുപോലെ തന്നെ ചില വർക്ക് എക്സ്പീരിയൻസ് ആയിട്ടും ഒക്കെയുള്ള കാര്യങ്ങളെ എക്സാമായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. അപ്പോൾ എക്സാം പാറ്റേൺ ഒക്കെ കുറേ കൂടി ഇനി ഡിസ്കഷനിലായിട്ട് ടോക്കായിട്ടൊക്കെയുള്ള അല്ലെ വൈവായിട്ടൊക്കെയുള്ള എക്സാം രീതികൾ അവലംബിക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. വലിയ ഫ്രീഡമാണ് കുട്ടികൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. ആ ഫ്രീഡം നശിപ്പിക്കാനല്ല, ആ ഫ്രീഡം നമുക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് പിന്നെ 3 വർഷം കൊണ്ട് നിർത്തണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലേക്ക് പോകാം. 4 വർഷം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനകത്ത് റിസർച്ച് ഡിഗ്രി വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇൻറ്റേൺഷിപ്പോടുകൂടി ഓണേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ പ്ലാൻ ചെയ്യാം. പിന്നെ എത്ര മേജർ വേണം, എത്ര മൈനർ വേണം, എത്ര മൾട്ടി ഡിസിപ്ലിനറി വേണം, ഇതെല്ലാം നമുക്ക് ഫ്രീഡമുണ്ട്. ഇനി ഇടയ്ക്ക് വെച്ച് 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഒരു 7 വർഷത്തിനുള്ളിൽ ഏത് സമയത്തും തിരിച്ചു വന്ന് ആ കോളേജിലോ മറ്റൊരു കോളേജിലോ മറ്റ് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ മാറിപ്പഠിക്കാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്രെഡിറ്റ് നമുക്ക് ഇൻടാക്റ്റായിട്ട് അവിടെ സൂക്ഷിക്കാനായിട്ട് പറ്റും. വേറൊരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിനിയും നമ്മുടെ മേജർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മേജർ ചേഞ്ച് ചെയ്ത് ഒരു മൈനറിനെ മേജർ ആക്കാനുള്ള ഫ്ലെക്സിബിലിറ്റിയുമുണ്ട്. പിന്നെ 2-ാം വർഷം സർട്ടിഫിക്കേഷനോടുകൂടി പുറത്തു പോകാനുള്ള പ്രോഗ്രാമൊന്നും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കുന്നില്ല. കേരളത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നടപ്പാക്കുന്നത്. എന്തുകൊണ്ടും തൊഴിൽപരമായി മുന്നേറാനും ജീവിതത്തിൽ വിജയിക്കാനുമൊക്കെ നിങ്ങളെ കൂടുതൽ സഹായിക്കുന്ന രീതിയിലാണ് ഈ 4 ഇയർ കോഴ്സുകൾ. ഇനി വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് ഈ 4 ഇയർ കോഴ്സ് വളരെ നല്ലതാണ്. കാരണം 16 വർഷത്തെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി ഒക്കെ ചെയ്തവർക്കാണ് വിദേശ രാജ്യത്ത് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നത്. അവിടെ അതിനും ബാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളിലെയും നിയമങ്ങളൊക്കെ ഈ 4 വർഷ ഡിഗ്രികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഈ 4 ഇയർ കോഴ്സ് വളരെ ഗുണകരമാണ്. പ്രൊവൈഡഡ് നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ മൈനർ ബാസ്ക്കറ്റുകളിലും മൾട്ടി ഡിസിപ്ലിനറി ബാസ്ക്കറ്റിലും ഒക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളുന്ന കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കളിക്കാരനായ വിദ്യാർത്ഥിയാണ്, അവനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കളിയുടെ ഒരു പേപ്പറോ പിന്നെ മൈനറിലോ മൾട്ടി ഡിസിപ്ലിനറിനകത്ത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവന് ആ കോഴ്സ് ബോറടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വൈവിധ്യമാർന്ന സാധ്യതകളെ മൈനറിനകത്തും മൾട്ടി ഡിസിപ്ലിനറി ബാസ്ക്കറ്റിനകത്തും കൊണ്ടുവരാൻ കോളേജുകളിലൂടെ ശ്രമിച്ചാൽ
ഇപ്പോൾ തന്നെ ഫാമിങ്, ബോട്ടണി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഫാമിങ് പഠിക്കാനൊരു കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പല കോളേജുകളിലും നോക്കിയിട്ടതില്ല. അതുപോലെ തന്നെ സുവോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു ആനിമൽ ഹസ്ബൻഡറി അങ്ങനെയൊക്കെയുള്ള ഒരു കോഴ്സ് അതിനകത്ത് കൊണ്ടുവരാൻ പഠിക്കാനുള്ള അവസരം. അപ്പോൾ ഇനി അവിടെ ഇല്ലെങ്കിൽ പുറത്ത് പഠിക്കാനും നമുക്ക് അവസരങ്ങളുണ്ട്. പിന്നെ പല ട്രേഡുകളും നമുക്ക് വേണമെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറിൽ പഠിക്കാനുള്ള അവസരങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ കോളേജുകളൊക്കെ കുറേ കൂടി ട്രേഡ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും അത്തരത്തിലുള്ള തൊഴിലുകളെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ കോഴ്സുകൾക്ക് കഴിയും. നമുക്കറിയില്ലല്ലോ നാളെ എന്തിനാണ് ഡിമാൻഡ് വരാൻ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവിടുന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവിടെ ആവശ്യമുള്ളതായിരിക്കത്തില്ല. നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറിലോ മൈനറിലോ പഠിച്ചൊരു കാര്യമായിരിക്കും ചിലപ്പോൾ അവിടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ വൈവിധ്യമാർന്ന രീതിയിൽ കോഴ്സുകളെ വരും കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് വലിയ സാധ്യതകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തായാലും ഈ തുടക്കം വളരെ മനോഹരമാണ്. അതിലെല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ വർഷം ചേരുന്ന വിദ്യാർത്ഥികളൊക്കെ അതിൻ്റെ ആദ്യത്തെ കാലത്ത് പഠിക്കുന്നത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാമെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിപ്ലവകരമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ ആരംഭം കുറിക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങൾ. താങ്ക് യു.